കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ ലീഗുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. 4 മന്ത്രിസ്ഥാനമോ അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ക്യാബിനറ്റ് പദവികളോ ലീഗ് സമ്മതിച്ചാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടാം. വകുപ്പുകളുമായി ബന്ധപ്പെട്ട RSPക്കും CP ജോണിനും ഒക്കെ ആവശ്യങ്ങളുണ്ട്. അത് പരിഹരിച്ചെടുക്കണം. അതൊക്കെ ഇന്ന് തന്നെ അവസാനിക്കുമെന്ന് കരുതാം അല്ലേ? രഞ്ജിത്ത്, ഇന്ന് തന്നെ അവസാനിക്കുമെന്ന് കരുതാമെന്നതിനപ്പുറത്തേക്ക് ഇന്ന് തന്നെ അവസാനിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉറപ്പ് പറയാൻ കഴിയില്ല. ഇന്ന് തന്നെ അവസാനിക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത എന്നുകൂടി പറയേണ്ടി വരും. വകുപ്പ് വിഭജനത്തിനൊന്നും ഇന്നുകൊണ്ടോ പൂർണ്ണമാകും എന്ന് കരുതുന്നില്ല. പ്രധാനപ്പെട്ട ചില വകുപ്പുകൾക്കപ്പുറത്തേക്ക് മറ്റ് വകുപ്പുകളുടെയൊക്കെ വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതൊക്കെ ഇന്നുകൊണ്ടോ അല്ലെങ്കിൽ നാളെ കൊണ്ടോ ചിലപ്പോൾ പൂർത്തിയാവണമെന്നില്ല. അത് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ശേഷമൊക്കെ വകുപ്പ് വിഭജനത്തിലെ ചില ഏകദേശ ധാരണ ഉണ്ടാക്കിയാൽ മറ്റ് സഹവകുപ്പുകൾ ഏതൊക്കെയാണ് നൽകുന്നതെന്നൊക്കെ പിന്നീട് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ 102 പേരാണുള്ളത്. 102 പേരുള്ളപ്പോൾ ഇതിനകത്ത് കണക്കുകൂട്ടൽ വെച്ചാണെങ്കിൽ 5 പേർക്ക് ഒരാൾ എന്ന നിലയ്ക്കാണ് മന്ത്രിസ്ഥാനം കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായും 63 MLA-മാരുള്ള കോൺഗ്രസിന് 12 മന്ത്രിസ്ഥാനം ലഭിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ തവണ 11 മന്ത്രിസ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ലീഗിന് 22 പേരുള്ള ലീഗിനെ സംബന്ധിച്ചിടത്തോളം 4+½ ആണ് വരുന്നത്. യഥാർത്ഥത്തിൽ 25-ലാണ് ഈ ഹാഫ് വരുന്നത്. ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസ് ജെയുടെ വിഷയം അതാണ്. 7 MLA-മാർ 5+ ഈ പറയുന്ന ഒരു ഹാഫ് ആണ് വരുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ 3 MLA-മാർ മാത്രമേ ഉള്ളൂ RSPക്ക്. പക്ഷേ RSPക്ക് -2 ആണെങ്കിൽ പോലും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തേ കഴിയൂ. മറ്റ് ചെറിയ ഘടകകക്ഷികളെ സംബന്ധിച്ച് അനൂപ് ജേക്കബ് ഉണ്ട്, മാണി സി കാപ്പനുണ്ട്. ഇതിന് ഇപ്പോഴും തീരുമാനമെടുക്കാത്ത KK രമ, മന്ത്രിസഭയിൽ വേണോ വേണ്ടോ എന്ന് തീരുമാനമെടുക്കാത്ത KK രമയുടെ കാര്യമൊക്കെ പുറത്തു നിൽക്കുകയാണ്. അതെന്തായാലും മിക്കവാറും ഇപ്പോൾ ഹാഫ് ടേം എന്നുള്ള രീതിയിലേക്കുള്ള നിർദ്ദേശങ്ങളൊക്കെയാണ് കോൺഗ്രസിൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അത് ഇവരുടെ മുന്നിൽ ഇതുവരെയും അവതരിപ്പിച്ചിട്ടില്ല. ഇവരുടെയൊക്കെ അഭിപ്രായം കേട്ടു എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ നിർദ്ദേശം എന്താണെന്ന് വെച്ചിട്ടില്ല. അത് ഇനി ഇതിന് ശേഷം അടുത്ത റൗണ്ട് ചർച്ചയിലായിരിക്കും കോൺഗ്രസ് ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുക. അതിന് മുമ്പ് പ്രധാനമായും തീരുമാനമെടുക്കാനുള്ളത് ലീഗ് 5 മന്ത്രിമാർ തന്നെ വേണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നാൽ ലീഗിൻ്റെ 5 മന്ത്രിമാർ തന്നെ നൽകും. 5 മന്ത്രിമാർക്ക് പകരം ഭരണപരിഷ്കരണ കമ്മീഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാനമൊക്കെ ലീഗിന് ഓഫർ ചെയ്യുന്നുണ്ട്. ചീഫ് വിപ്പ് അടക്കമുള്ള പല സ്ഥാനങ്ങളും ഓഫർ ചെയ്യുന്നുണ്ട്. ലീഗ് അത് അംഗീകരിക്കുന്ന നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ലീഗ് എന്നുള്ള പാർട്ടി UDF ഏറ്റവും നിർണായകമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ അവർക്ക് 5 മന്ത്രിസ്ഥാനം നൽകിയതാണ്. അതുകൊണ്ട് ഇത്തവണയും 5-ലേക്ക് തന്നെ അതിൽ ഉറച്ചിക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് കേരള കോൺഗ്രസിൻ്റെ വിഷയമാണ്. കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവിടെയാണ്. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം എന്തായാലും നൽകാൻ കഴിയില്ല. 2 മന്ത്രിസ്ഥാനത്തിന് പകരം അവർ മറ്റേതെങ്കിലും ഒരു സ്ഥാനമാണ് നൽകുന്നത്. ഇപ്പോൾ ചീഫ് വിപ്പ് സ്ഥാനം നൽകാൻ സഭയിൽ കന്നിക്കാരനായ അബു ജോൺ ജോസഫിന് ചീഫ് വിപ്പ് നൽകാൻ കഴിയില്ല. അതപ്പോൾ സ്വാഭാവികമായും ഉണ്ണിയാടന് നൽകേണ്ടി വരും. അക്കാര്യത്തിൽ ആ പാർട്ടിക്ക് ആർക്ക് വേണ്ടിയാണ് ഇവർ രണ്ടാമതൊരു മന്ത്രിസ്ഥാനം ചോദിക്കുന്നത് എന്നുള്ളത് അവിടെയൊക്കെ പ്രധാനമാണ്. വ്യക്തിയെ നോക്കി മാത്രമേ ചിലപ്പോൾ അത്തരം ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ കഴിയത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇവർക്ക് ചീഫ് വിപ്പ് സ്ഥാനമായാലും അല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമായാലും പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അസാധ്യമാണ്. അത് സീനിയർ മെമ്പർ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്തരം ചില തർക്കങ്ങൾ കൂടി പ്രശ്നം പരിഹരിക്കുന്നതിന് ഇത്തരം ചില പ്രായോഗിക വിഷയങ്ങൾ കൂടിയുണ്ട്. ആ വിഷയങ്ങൾ കൂടി പരിഗണിച്ചാൽ മോൻസ് ആയിരിക്കും മന്ത്രി എന്നതിൽ അക്കാര്യത്തിൽ ഉറപ്പാണ്. പ്രധാന വകുപ്പും അവർക്കായിരിക്കും. അവർക്ക് നൽകുന്ന ഏറ്റവും പ്രധാന വകുപ്പും മോൻസ് തന്നെയായിരിക്കും നൽകുന്നത്. ഈ വിഷയമൊക്കെ തീരുമാനിക്കേണ്ടത് ആണ്. അതോടൊപ്പം തന്നെ RSPയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രിസ്ഥാനം നൽകുമ്പോൾ എന്തായാലും കഴിഞ്ഞ ഒരാൾ മാത്രമുള്ളപ്പോഴാണ് അവർക്ക് ഈ തൊഴിൽ വകുപ്പ് നൽകിയത്. ഇപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അവർ ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ അവകാശവാദം കൂടി, കുഞ്ഞികൃഷ്ണൻ്റെ സീറ്റ് RSP വിട്ടു നൽകിയ സീറ്റാണ്. അപ്പോൾ 4 എന്നുള്ള കണക്കിലേക്കാണ് അവരുടെ അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോൾ മെച്ചപ്പെട്ട വകുപ്പ് വേണം എന്നുള്ള ഒരു ധാരണ വരുന്നത്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ തവണ 72 സീറ്റിൽ മാത്രം നിൽക്കുമ്പോൾ 2 സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ നിൽക്കുമ്പോൾ ഒരാൾ പോലും പ്രധാനമായിരുന്നു. അതുകൊണ്ട് അന്ന് നൽകിയ പരിഗണന ഇന്നിപ്പോൾ 102 സീറ്റിൽ നിൽക്കുമ്പോൾ പരിഗണന ഉണ്ടാവണം എന്നില്ല. അത്തരം കാര്യങ്ങളും ഒക്കെ തീരുമാനമെടുക്കാറുണ്ട്. അതുകൊണ്ട് ഓരോ പാർട്ടിയെ സംബന്ധിച്ചും ഇത്തരം ചെറിയ ചെറിയ വിഷയങ്ങളും ഒക്കെ വലിയ തർക്കങ്ങളായിട്ടൊക്കെ മാറാൻ സാധ്യതയുള്ളതാണ്. പുറമേക്ക് ഇതെല്ലാം അനായാസം പരിഹരിക്കാമെന്ന് നമുക്ക് തോന്നിയാലും അത്ര അനായാസം പരിഹരിക്കാവുന്ന വിഷയങ്ങളല്ല UDF-ന് മുന്നിലുള്ളത്. ഇനിയിപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ കൂടി ആലോചിക്കണം. കോൺഗ്രസ് നേതാക്കൾ കൂടി ആലോചിക്കണമെങ്കിൽ അതിനു മുന്നേ മറ്റൊരു വിഷയം കൂടിയുണ്ട്. ചെന്നിത്തലയുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കണം. ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് തന്നെയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണം. അതിൽ KC വേണുഗോപാൽ എന്ത് നിലപാടെടുക്കുന്നു എന്നതൊക്കെ പ്രധാനമാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും KPCC അധ്യക്ഷനും VD സതീശനും ഇങ്ങനെ ഈ 4 പേർ കൂടി ഒരു ചർച്ച നടക്കേണ്ടതുണ്ട്. ഈ ചർച്ചയിലാവണം ഈ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവേണ്ടത്. അതുകൂടി അടിസ്ഥാനപ്പെടുത്തി മാത്രമേ ഈ ഘടകകക്ഷികളുടെ കാര്യത്തിലുമൊക്കെ ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ കഴിയും. കോൺഗ്രസിൽ നിന്ന് സീനിയറായി ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ ഒരാൾ മാറി നിൽക്കട്ടെ എന്നൊരു അഭിപ്രായം വന്നാൽ അദ്ദേഹത്തിന് സ്പീക്കർ ആക്കേണ്ടി വരും. അപ്പോൾ ആ സ്ഥാനം മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല. അത്തരം വിഷയങ്ങളൊക്കെ ഇവരുടെ ചർച്ചയിൽ നിൽപ്പുണ്ട്. വിഷയങ്ങളൊക്കെ ചർച്ചയെടുക്കാനുള്ള സമയം സ്വാഭാവികമായിട്ടും നിർണയ സാധ്യതകൾ എന്ന് വേണം മനസ്സിലാക്കാൻ. ലീഗിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.